പരിമിതികളെ പരിശ്രമം കൊണ്ട് കീഴടക്കിയ ആസിം വെളിമണ്ണ. നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അഭിമാനം. 2024 ഭിന്നശേഷി അവാർഡ്, യൂണിസെഫിന്റെ ചൈൽഡ് അച്ചീവർ എന്നീ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായി മാറി. ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ലിറ്റിൽ കൈ സ്റ്റുഡൻസ് അവതരിപ്പിക്കും. നമസ്കാരം. GHSS നീലേശ്വരം സ്കൂളിലെ ലിറ്റിൽ കിഡ് സ്റ്റുഡൻസ് നടത്തുന്ന ഇന്റർവ്യൂവിലേക്ക് സ്വാഗതം. ഈ സ്കൂളിലേക്ക് വന്നതിൽ സന്തോഷവാനാണോ? സ്കൂളിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ എന്താണ്? സ്കൂളിലേക്ക് ആദ്യം വരുന്ന സമയത്ത് വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നു. കാരണം അവിടെ ഫ്രണ്ട്സുകളൊക്കെ കിട്ടുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ കഴിഞ്ഞാലും പഠിച്ച ആരും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം വലിയ കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയ സമയത്ത് എനിക്ക് പറ്റിയ കുറേ ഫ്രണ്ട്സുകൾ കിട്ടി, ഒരുപാട് ടീച്ചേഴ്സിനെ കിട്ടി. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അമ്മയോട് വരാനൊരു താല്പര്യം കാരണം എന്താണ്? അത് അറിഞ്ഞപ്പോൾ ഫാമിലീസിൽ ഉണ്ടായ റിയാക്ഷനൊക്കെ എന്തായിരുന്നു? ഞാൻ സെമിനാർ പഠിക്കണമെന്ന് എൻ്റെ ചെറുപ്പത്തിലുള്ള ആഗ്രഹമായിരുന്നു. ഞാൻ പഠിക്കണമെന്ന് ഇങ്ങനെ പറയലുണ്ടായിരുന്നു ഉമ്മാരോടൊക്കെ. അപ്പം ഉമ്മാരൊക്കെ പറയും വേണ്ട, അത് പണിയാവുന്നൊക്കെ പറയും. പിന്നെ ഒരു ദിവസം എന്നെ നീന്തൽ പഠിപ്പിച്ച സാറ് എന്നെ കാണാൻ വന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ സാറ് എന്നെ വിളിച്ചു, എനിക്ക് നീന്തൽ പഠിക്കാൻ ആഗ്രഹം കഴിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര ആഗ്രഹമുണ്ട്, സാറ് പഠിപ്പിച്ചു ചോദിച്ചു. കാരണം ഉറപ്പായിട്ട് പഠിപ്പിച്ചതായിരുന്നു. അങ്ങനെ അത് പറഞ്ഞിട്ട് ഞാൻ മാത്രം സമ്മതിച്ചിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ പാരൻസ് സമ്മതിക്കണം. അപ്പം എൻ്റെ ഉപ്പ പറഞ്ഞു നീ കൈജേക്ക് പോയിക്കോ, ഞാൻ ഉണ്ട് കൂടെ പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു നീ പോകണ്ട, നീ പോയാൽ പിന്നെ ഞങ്ങൾക്ക് അറിയാമല്ലേ. അങ്ങനെ ഉമ്മ ഫുൾ ഇമോഷണലായി. നമുക്ക് പേടിയാണ് ഞാൻ കഷ്ടപ്പെട്ടു പോകുന്നത്. അങ്ങനെ ഉപ്പാൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞാൻ സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ സാറിൻ്റെ കൂടെ നമ്മുടെ ആലുവ പെരിയാർ എന്ന് പറയുന്ന ആ ഒരു പുഴയിൽ പോയി അങ്ങനെ ഒരാഴ്ച കൊണ്ട് നീന്തൽ പഠിച്ചു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങളൊരു ഇൻസ്പയർഡ് ആയി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കങ്ങനെ ഞാൻ അങ്ങനെ തോന്നുന്ന ആളൊന്നുമില്ല. എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് മറ്റുള്ളവരുടെ ഇത്ര ആവുമെന്നൊക്കെ ചില സമയത്ത് തോന്നാറുണ്ട്. ആയിരക്ക് തോന്നില്ല. ഓരോ അച്ചീവ്മെൻറ്റ് നേടുമ്പം പാരൻസിൻ്റെ റിയാക്ഷൻ കണ്ടിട്ട് സന്തോഷം തോന്നിയിട്ടുണ്ടോ? ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഞാൻ ജനിച്ച് വീണ സമയത്ത് എൻ്റെ ഉപ്പയമ്മയും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ അങ്ങനെയൊക്കെ ആകുമെന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ഓരോ അച്ചീവ്മെൻറ്റ്സ് നേടുന്ന സമയത്ത് എന്നെക്കാട്ടിലും കൂടുതൽ സന്തോഷിക്കുക എൻ്റെ പാരൻസാണ്. അത് കാണുമ്പോൾ വളരെ സന്തോഷവും തോന്നാറുണ്ട്. ഭാവിയിൽ എന്താവാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? എനിക്ക് ഒരു നല്ലൊരു ഒളിമ്പ്യനാവണം. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, നല്ലൊരു സൈക്കോളജിസ്റ്റ് ആവണം. അങ്ങനെ ഒരുപാട് കൊച്ചു ആഗ്രഹം. കേരളത്തിലെ എല്ലാ മലയാളികളും ഒരു വട്ടമെങ്കിലും കാണണമെന്ന് ആഗ്രഹമുള്ളൊരു ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി. അദ്ദേഹത്തെ കാണാൻ മാത്രമല്ല ഫോട്ടോ എടുക്കാനും കൂടെയുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് മീറ്റ് ചെയ്തപ്പോഴുള്ള അനുഭവവും സന്തോഷമാണോ? ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ മെസ്സിൻ്റെയും റൊണാൾഡോയൊക്കെ ഫുട്ബോൾ കളിക്കുന്ന വീഡിയോ കാണാറുണ്ട്. അപ്പോഴൊക്കെ ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും എനിക്കൊരു ഇവരൊന്ന് നേരിൽ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണ് ഞാൻ ഖത്തർ വേൾഡ് കപ്പ് കാണാൻ എനിക്കൊരു അവസരം കിട്ടിയത്. അവിടെ പോയ ഞാൻ അവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞു എനിക്ക് മെസ്സിനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന്. അങ്ങനെ അവരുടെയൊക്കെ ഹാർഡ് വർക്ക് കൊണ്ട് ഞാൻ ഫൈനൽ കാണാൻ വേണ്ടിയിട്ട് പോയി. അവിടെ മെസ്സി നിന്നു. അപ്പം മെസ്സി നേരെ വന്നു. ഞാൻ സ്വപ്നത്തിൽ കണ്ട ആദ്യം മെസ്സി നേരിൽ കണ്ടു. അതെന്നെ ഹഗ് ചെയ്ത സമയത്ത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷം തോന്നി. ഒരുപാട് കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് കാണുമ്പോൾ കാണുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലൈഫിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെമ്മറീസിൽ ഒന്നാണ് ചെയ്യേണ്ടത്. ജീവിതത്തിൽ ആരെങ്കിലും റോൾ മോഡലായിട്ട് കണ്ടിട്ടുണ്ടോ? റോൾ മോഡലായിട്ട് നമ്മുടെ പ്രവാചകനായിട്ടുള്ള മുത്തു നബിയാണ് എൻ്റെ റോൾ മോഡൽ. പിന്നെ എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വ്യക്തികളിൽ ഒരുപാടുണ്ട്. അതിലൊന്ന് ഏറ്റവും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വ്യക്തി APJ അബ്ദുൽ കലാം സാറാണ്. ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിന് ക്യാപ്പബിൾ അല്ല എന്നൊക്കെ വിചാരിക്കുന്നവരോട് എന്താ പറയാൻ ഉള്ളത്? എനിക്ക് പറയാനുള്ളത് നമ്മൾ എപ്പോഴും ഈ കാട്ടിലെ മൃഗങ്ങളെ കാണാറുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും ഉദാഹരണമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് സിംഹം ഒരുപാട് പ്രാവശ്യം മാനിനെ പിടിക്കാൻ വേണ്ടി പോകും. പക്ഷേ ഒരു പ്രാവശ്യം
മാന്യ കിട്ടില്ല വിചാരിച്ച് സിംഹം അവരുടെ ശ്രമം ഉപേക്ഷിക്കുന്നില്ല. സിംഹം വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ സിംഹം ആത്മഹത്യ ചെയ്തതായിട്ട്? ഇല്ല, വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഏരിയക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ലൈഫ് ചെറുതാണ്. ഇതിൽ നമുക്ക് ഒരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു കാര്യം നമ്മളെ തേടി വരാനുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട്. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥതയോടെ കൂടിയാണ് കാണുന്നത് അത്രത്തോളം നമുക്ക് വിജയത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. സോ ഒരുപാട് സ്വപ്നങ്ങൾ കാണുക. APJ അബ്ദുൽ കലാം സാറ് പറയും പോലെ സ്വപ്നങ്ങൾ നമ്മുടെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല, നമ്മളുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നമാണ് സ്വപ്നം. അപ്പം സ്വപ്നം കാണാൻ പറ്റട്ടെ, അത് നേടിയെടുക്കാൻ പറ്റട്ടെ. ഇത്ര നേരം ഞങ്ങളൊപ്പം സ്പെൻഡ് ചെയ്തതിനും അതുപോലെ തന്നെ ഞങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും ഉത്തരം പറഞ്ഞതിനും ഞങ്ങളുടെ ലിറ്റിൽ കൈറ്റ് സ്റ്റുഡൻസിനെ വക ബിഗ് താങ്ക്സ്. താങ്ക് യു.